പ്രൈസ് ദി ലോർഡ്. ഞാനും എൻ്റെ കുടുംബവും ശപിക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? വർഷങ്ങളായിട്ട് ഒരു കാരണത്തിലും ഞാൻ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങളെ തന്നെ നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്ത് കാര്യം ചെയ്താലും പകുതിയിൽ സ്റ്റോപ്പായി പോകുന്ന, ഇതിനെ പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് എല്ലാ വശങ്ങളിൽ നിന്നും നിരാശ മാത്രം കേൾക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്കുള്ളതാകുന്ന ഈ ദൂത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആയിത്തീരുന്നി. അതിൻ്റെ അടുത്ത വാക്യം 12-ാമത്തെ വാക്യം ഇങ്ങനെയാകുന്നു: ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പാരമ്പര്യമായി കടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ശാപമുണ്ടെങ്കിൽ, പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരേ വിഷയം റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ തകർച്ചയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ 12-ാമത്തെ വാക്യം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ആ വാക്യം ഇങ്ങനെയാകുന്നു: നിന്റെ പുരാതന നഷ്ടനിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേക തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഞാൻ ഈ പറയുന്ന നേരത്തെ ഈ വാക്യം നിൻ്റെയും നിൻ്റെ തലമുറയുടെ മേൽ അതുപോലെ തന്നെ വെളിപ്പെടട്ടെ. അനേകരുടെ റിസ്റ്റോറേഷൻ നിൻ്റെ കൈകളിലൂടെ ദൈവം ചെയ്യട്ടെ. അനേക കുടുംബങ്ങളെ, അനേക തലമുറകളെ, അനേക ജീവിതങ്ങളെ പുനരുദ്ധരിക്കുന്നവനെന്ന്, ശാപം പിടിച്ച കുടുംബമെന്ന് ഏത് വായകൾ നിന്നെപ്പറ്റി പറഞ്ഞോ അതേ വായകൾ നിന്നെപ്പറ്റി അത് തിരുത്തി പറയട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.